ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്ക് തങ്ങളുടെ വകുപ്പുകളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ വീര്യം തന്നെ ചോർന്നു പോകുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. മഹാരാഷ്ട്രയിൽ BJP കൊണ്ടുവന്ന റൂൾസ് ഓഫ് ബിസിനസ് 2026 എന്ന പുതിയ വിജ്ഞാപനം കേവലം ഒരു ഭരണ നിർവഹണ പരിഷ്കാരമല്ല, മറിച്ച് സഖ്യകക്ഷികളെ പൂർണ്ണമായിട്ടും കെട്ടിയിടുവാനും അധികാര കേന്ദ്രീകരണം സാധ്യമാക്കാനുമുള്ള വ്യക്തമായ രാഷ്ട്രീയ നീക്കമാണ്. സഖ്യ സർക്കാരുകളിൽ ചെറുതും വലുതുമായ ഓരോ പാർട്ടിക്കും തങ്ങളുടേതായ രാഷ്ട്രീയ അജണ്ടകളും സ്വാധീന മേഖലകളുമുണ്ട്. എന്നാൽ ഒരു തീരുമാനവും സ്വന്തമായി എടുക്കാൻ മന്ത്രിമാർക്ക് സാധിക്കില്ല എന്നും പൊതു താൽപര്യം എന്നൊരൊറ്റ കാരണം പറഞ്ഞ് ഏത് വകുപ്പിന്റെ ഫയലും മുഖ്യമന്ത്രിക്ക് തിരുത്താമെന്നും വരുമ്പോൾ അത് മന്ത്രിമാരുടെ പദവിയെ വെറുമൊരു അലങ്കാര വസ്തുവാക്കി മാറ്റുകയാണ്. ദേവേന്ദ്ര ഫഡ്നാവിസ് കൊണ്ടുവന്ന വീറ്റോ അധികാരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിയമസഭയിലെ നിലവിലെ കക്ഷിനില മഹാരാഷ്ട്ര നിയമസഭയിൽ 288 സീറ്റുകളിൽ മഹായുദ്ധ സഖ്യത്തിനാണ് മേൽക്കൈയുള്ളത്. BJPക്ക് 132 സീറ്റുകൾ ഉള്ളപ്പോൾ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് 57 സീറ്റുകളും NCPക്ക് 41 സീറ്റുകളുമാണുള്ളത്. കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും മൃഗീയ ഭൂരിപക്ഷം BJPക്ക് തന്നെ. പക്ഷെ അപ്പോഴും ഭരണം നിലനിർത്താൻ 145 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനായിട്ട് ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയുടെയും അജിത് പവാറിന്റെ NCPയുടെയും പിന്തുണയോടുകൂടി അധികാരം പിടിച്ചും ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയുമാക്കി. അതോടെ സഖ്യത്തിൽ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമുള്ള ശിവസേനയും പ്രത്യേകിച്ച് NCPയും രാഷ്ട്രീയമായിട്ട് നിഷ്പ്രഭമാക്കാനായിരുന്നുള്ള നീക്കങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞു. 2023 ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് വ്യക്തമാക്കിയൊരു തത്വമുണ്ട്. വകുപ്പ് മന്ത്രിമാരുടെ സ്വതന്ത്ര തീരുമാനങ്ങളിൽ ഇടപെടാൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഏക്നാഥ് ഷിൻഡെക്ക് അധികാരമില്ല എന്നും മുഖ്യമന്ത്രിമാരുടെയും വകുപ്പ് മന്ത്രിമാരുടെയും അധികാരങ്ങൾക്കിടയിൽ കൃത്യമായ അതിരുകളുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ചന്ദ്രപൂർ ബാങ്ക് കേസിൽ വകുപ്പ് മന്ത്രിയുടെ തീരുമാനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടപ്പോഴായിരുന്നു ഹൈക്കോടതി അന്ന് തടഞ്ഞത്. അന്ന് കൈവിട്ടുപോയ അതേ വീറ്റോ അധികാരം നിയമത്തിന്റെ പിൻബലത്തോടെ തിരിച്ചുപിടിക്കുക വഴി സഖ്യകക്ഷികളായ മന്ത്രിമാരുടെ കൈകൾ പൂർണ്ണമായിട്ടും കൂട്ടിക്കെട്ടുകയാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ചെയ്തിരിക്കുന്നത്. മന്ത്രിമാർ തങ്ങളുടെ വകുപ്പുകളിൽ എടുക്കുന്ന നിർണായക തീരുമാനങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിരസിക്കപ്പെടാമെന്ന സ്ഥിതി വരുന്നത് സഖ്യധർമ്മത്തിന് തന്നെ വിരുദ്ധമാണ്. ഘടകകക്ഷികളെ സമ്മർദ്ദത്തിലാക്കി അധികാരം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കേന്ദ്രീകരിച്ച BJP നടത്തുന്ന ഈ കടന്നുകയറ്റം മഹാരാഷ്ട്രയിലെ സഖ്യഭരണത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ്. ഒരു സർക്കാരിന്റെ അധികാരം മുഴുവൻ ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓഫീസിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും ഏകാധിപത്യ പ്രവണതകൾക്ക് കളമൊരുക്കുകയും ചെയ്യും. ഭൂരിപക്ഷത്തിന്റെ ശക്തി ഉപയോഗിച്ച് സഖ്യകക്ഷികളെ നിശബ്ദമാക്കുവാനും സ്വന്തം പാർട്ടിയുടെ അധികാരം അടിച്ചേൽപ്പിക്കാനും BJP നടത്തുന്ന ഈ നീക്കം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വളരെ വലുതായിരിക്കും.